നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം നിലമേൽ മേഖലകളിൽ വരെ അടുത്തിടെയായി കൂടി വരുന്ന വാഹന അപകടത്തെ തുടർന്ന് ചടയമംഗലം പഞ്ചായത്തിൽ മന്ത്രിയുടെ ചുമതലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഉന്നതതല ഉദ്യോഗസ്ഥർ നടത്തുന്ന യോഗത്തിൽ നടപടി നടത്താൻ പറ്റത്തില്ലേ? ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ പറ്റില്ലേ? അപ്പൊ KSTP പകരം PWD ആണോ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും മിനിസ്റ്ററും ഒക്കെ ആ ഫണ്ട് അലോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതെല്ലാം അത് സ്പീഡപ്പ് ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊള്ളു. അതിന്റെ പ്രോപ്പർ ചാനലിലെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കട്ടെ മാഡം, ഞാൻ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞാൽ പോലെ പിന്നെ പ്രോപ്പറായിട്ട് അതിന്റെ നടപടി നടത്താനുള്ള ഫയൽ ഓപ്പൺ ചെയ്തതിന്റെ നടപടിക്രമങ്ങൾ എല്ലാവരും കൂടെ PWD ഉദ്യോഗസ്ഥന്മാരെയായിട്ട് ബന്ധപ്പെട്ട് നടത്തണം. ഇതൊരു ആക്സിഡന്റ് സോണായിട്ടൊരു കൺസിഡറേഷനിലായിരിക്കും ആ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മിനിസ്റ്ററുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർ ശ്രദ്ധയിലോ കാലാകാലങ്ങൾ പിടിക്കാൻ അവർ ഇതിനകത്ത് ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനുള്ള നടപടി നടത്തിക്കൂടെ. നിങ്ങളിപ്പോൾ താഴേക്കിടയിലുള്ള ഒരു അസിസ്റ്റന്റ് ചെയ്ത് മാത്രമായിട്ട് വിചാരിച്ചിട്ട് അത്ഭുതം നടത്താനൊക്കില്ല എന്നുള്ള അറിവൊക്കെ ഈ ഇരിക്കുന്ന എല്ലാവർക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അല്ല, റൊട്ടീൻ വർക്കുകൊണ്ട് ഇതിന് യാതൊരു പരിഹാരവുമില്ല. ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് യാതൊരു പ്രയോജനമില്ല. പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് സ്വാഭാവികമായി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. കാരണം അത് നിങ്ങൾക്ക് ധാരാളം പണിയുണ്ട്, ആ പണികളെല്ലാം ശ്രദ്ധിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ ഈ പണിയും കൂടെ ചേർക്കുന്നതാണ് പറ്റത്. ഇതൊരു പ്രത്യേക ആക്സിഡന്റ് സോണായിട്ട് തീരുമാനിച്ചുകൊണ്ട് നടപടി നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഇത് അനേകം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ KSRTCയിലെ ബസ് ഇങ്ങനെ അതിവേഗതയിൽ പോകുന്നത് നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഏത് ഡിപ്പോയിലെ വണ്ടിയാണെന്നുള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ വളരെ അത് മാനേജിംഗ് ഡയറക്ടർക്ക് നമ്മുടെ മിനിസ്റ്റർ തന്നെ മാനേജിംഗ് ഡയറക്ടറോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ഈ സ്ഥലത്തിന് ഇതൊരു പ്രത്യേക കേന്ദ്രമായി വർഷങ്ങളായി ആക്സിഡന്റ് നടക്കുന്ന സ്പോട്ടാണെന്നും KSRTC ഡ്രൈവർമാർ ഈ കാര്യത്തിൽ ഒരു പൊതുമര്യാദയും പാലിക്കാതാണ് പൊട്ടും പറഞ്ഞു വന്നാൽ അവരെന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്താലിരിക്കും. അതിന്റെ ഫലമായി വളരെ നേരിയ തോതിലുള്ള പ്രയോജനങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കും. കാരണം മുൻപൊന്നും ഇതുപോലെ ഇത്രയും ആക്സിഡന്റ് ഇല്ല.
ക്യാമറ എടുക്കുന്ന ബ്രേക്കുകൾ 3 സ്ഥലത്ത് മിനിമം ഉപയോഗിച്ചില്ല. നല്ല സൂപ്പർ നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു വർഷമായി 2 സ്റ്റാഫ് ഇത് നമ്മൾ KSTP വിളിച്ചു പറഞ്ഞു ഈ വണ്ടിക്ക് വീല് വീഴും പ്രകാരം കയറാൻ 3 വർഷത്തോടെ അത് വന്നു പുതിയ അതെങ്ങനെയാണോ എവിടെ ഞാൻ നടക്കുമല്ലോ ബസ് കുഴി വീഴും നടക്കും നടക്കുമല്ലോ ഓടി ആള് വരികയൊന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു കാര്യമുണ്ടല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആരും മന്ത്രിയല്ല ആര് വരും എന്ന് പറഞ്ഞാലും അതിന്റെ ഉദാഹരണമാണ് ഇപ്പം മേലെ പറഞ്ഞത്. മേഡത്തിന് ഒന്നും മറുപടി പറയാനൊക്കില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു ധാരണ ഇതിൽ വേണ്ട ആൾക്കാർ വേറെ നിർത്തും. ആരും ഒരു ധാരണയില്ല, ഏയ്ക്ക് ഒരു ധാരണ. ഇതിന്റെ കാര്യം പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ആക്സിഡന്റ് സ്പോട്ടിൽ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് അപകടങ്ങളൊക്കെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പ്രത്യേക വർക്കുകളായിട്ട് വരാറുണ്ട്. ഈ പറയുന്ന സ്ഥലം പോലെ അങ്ങനെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് കൊടുത്തിട്ട് പക്ഷേ നമുക്ക് ഇതുവരെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഇപ്പൊ ആയൂരിൽ നമ്മുടെ കൊല്ലം റോഡ് ജോയിൻ ചെയ്ത സ്ഥലത്തെ റോഡ് ബ്ലാക്ക് സ്പോട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒരു വർഷത്തിനിടെ ഒരു 500 റിമൈൻഡറെങ്കിലും കൊടുത്തിട്ടുണ്ട്. വന്നില്ലെന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല പറഞ്ഞു. ഇടവഴി വരുന്ന നമുക്ക് ബ്ലാക്ക് സ്പോട്ടായി ഐഡന്റിഫൈ ചെയ്യുന്ന ലിസ്റ്റിന്റെ കൂട്ടം ഈ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവർ ഐഡന്റിഫൈ ചെയ്ത സ്ഥലമാണ് ആയൂർ ടൗണിൽ നമ്മുടെ കൊല്ലം റോഡ് കയറുന്നത്. ആ റോഡിന്റെ പ്രപ്പോസൽ വന്നിട്ടുള്ളത് അത് നമ്മൾ എസ്റ്റിമേറ്റ് ആക്കുന്നത്. അപ്പൊ അതുപോലെ ഇതും ഈ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക വർക്കായിട്ട് നടത്തിയാലേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഇടപെടലാണ് ആകെ 5 സ്ഥലത്ത് ഞങ്ങൾ പാസ്പോർട്ടാണ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നേ കണ്ണൂർന്ന് പറയുന്നു. ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് പോലീസിനോ ഇതൊന്നോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നാറ്റ്പാക്ക് ആണ് ഇതിനകത്ത് സ്റ്റഡി നടത്തുന്നത്. അവരാണ് ഇത് ബ്ലാക്ക് സ്പോട്ട് ആക്കണോ വേണ്ടോ തീരുമാനിച്ച് ഇതിനോട് പ്രപ്പോസൽ ആക്കി നാറ്റ്പാക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ ആയൂർ കൊല്ലം റോഡിൽ ഞാൻ പറഞ്ഞ നമ്മുടെ എക്സി റോഡ് അതുമായിട്ട് ചേരുന്ന സ്ഥലം. നമ്മളിപ്പോ വെരി ഇമ്മീഡിയറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനകത്ത് മിനിസ്റ്റർ ലെവലിൽ ഇടപെട്ട് അതിനെ ഒരു പ്രത്യേക ശ്രദ്ധ കൊണ്ടുവരണമെന്നുള്ളതാണ്. ഇവരുടെ എല്ലാ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പ്രത്യേക സോണായി കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ ആലോചിക്കുന്നത്. അതായത് നമുക്ക് അടിയന്തരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 6 ബോർഡ് സൈൻ ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് തീരുമാനം ഉണ്ടാവണം. അവിടെ പോയി തീരുമാനിക്കാമെന്ന് പറഞ്ഞ കാര്യമില്ല. ഇവിടെ അതിന് തീരുമാനം ഉണ്ടാവണം. സൈൻ ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് അടിയന്തരമായി വെക്കേണ്ട കാര്യമാണ്. അതായത് ബേജ് ഒരു പടവും വെച്ച് അതിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് 2-3 എടുത്ത് വെച്ച് നോക്കിയാണ് ഓട്ടോമാറ്റിക്കലി പകുതിയെങ്കിലും പറയുന്നത് കുറെ ബാക്കിയുള്ളത് റൊട്ടീനായിട്ട് നടക്കട്ടെ. സാർ ഞാൻ അവിടെ സംസാരിച്ചത് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ബാരിക്കേഡ് നമ്മൾ അത് വെച്ചുകൊടുത്തേ നിയമങ്ങൾ സ്റ്റഡി വേണം. അതില്ലാതെ കാര്യം അത്രയും സ്പീഡിലാണ് വരുന്നത്. അല്ല സാറേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഇത്ര പേര് മരിച്ചു ഏറ്റവും വലിയ ഇതാണല്ലോ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏരിയ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ബോർഡെങ്കിലും വെക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഹലോ പറ്റിയ ഈ ആഴ്ച പറ്റിയ ഈ ഇല്ല മുമ്പ് ചെയ്യാൻ പറ്റും ഇല്ല പറഞ്ഞു ഞാൻ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. ഇല്ല ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാണ്ട് അത് ലൈവ് ഒപ്പിട്ടിരിക്കുന്നത്. നോക്കിക്കോ. 100 പേര് 1000 പറഞ്ഞു ഇവിടെ പിന്നെ ശ്രദ്ധ ഹൈക്കോടതി സ്പോൺസർ വെക്കാൻ പറ്റുമോ? അതാണ് സ്പോൺസർ ചുമ്മാ
അത് ഇപ്പോഴും ഉണ്ട്. കൊല്ലം കണ്ണല്ലൂർ റൂട്ടില് 2 സ്ഥാപനത്തിന്റെ പരസ്യം വെച്ച ബോർഡുണ്ട്. എന്റെ വീഡിയോ ഉണ്ട്. കൊല്ലം കണ്ണല്ലൂർ നെക്സ്റ്റ് തൊട്ടുപുറം. ഓഫീസിലൊക്കെ അവരെ സമ്മതിക്കുകയാണെങ്കിൽ നടന്നേനാണ്. എന്ത് ചെയ്യാൻ ചടയമംഗലം മുതൽ നിലമേൽ കണ്ണങ്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള വാഹന അപകടങ്ങളെ കുറിച്ചും ആ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന ഉന്നതതല യോഗമാണ് ചടയമംഗലം പഞ്ചായത്ത് ഹാളിൽ നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ശശി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാനവിടെ സിഇയാണ് ഇവിടുത്തെ കൊടുക്കുന്ന പ്രപ്പോസല് ഒരു താമസം സിഇയാണ് വിളിച്ചത്. ദയവായിട്ട് സംസ്കാരിച്ചതെന്ന് പറയുന്നത് സിഇയാണ്, ചീഫ് എഞ്ചിനീയറാണ് വിളിച്ചത്. ഈ 6 പോകണമെന്ന് അവർക്ക് പ്രയാസമില്ല. അവരുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രപ്പോസൽ എല്ലാം അംഗീകരിച്ചു കൊടുക്കാം. റോഡ് സേഫ്റ്റിക്കാരെ കൊണ്ട് ഒരു പരിശോധന കൂടെ നടത്തി ആവശ്യമുള്ളത് എന്താണോ അവിടെ കൊടുക്കാൻ കൊടുക്കാം. ആവശ്യമുള്ളത് എന്താണോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. സോണായിട്ട് കളിക്കാറുണ്ട്, അത് വേണമെന്നും ചെയ്യാം. വിളിച്ചോളാന്ന് പറഞ്ഞു. ഇതിന്റെ പ്രപ്പോസൽ മാത്രം കൊടുത്താൽ മതി. അത് അവർ തയ്യാറാക്കി കൊടുക്കും. റോഡ് സേഫ്റ്റിക്കാർ ഇന്ന് തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കാം. അത് പറഞ്ഞു അവർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. സാറായിട്ടും രാവിലെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ല വരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ റിപ്പോർട്ടായി കൊടുക്കുന്നതനുസരിച്ച് സാറ് അംഗീകരിച്ചോളാം. സാർ അത് മാത്രമല്ല സാറേ, ഇതിന്റെ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്തമായ ഒരു പരിശോധന കൂടി നടത്തിയാൽ, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് MVD ഉൾപ്പെടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആവശ്യകത കൂടുതലും അവർക്കാണ് മനസ്സിലാവുക. കാര്യം ആക്സിഡന്റ് കൂടുതൽ ഇടപെടുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്കായിരിക്കും ഇതിന്റെ കാര്യം കൂടുതൽ മനസ്സിലാവുക. അപ്പൊ ആ ആവശ്യകത കൂടി പ്രായോഗികമായിട്ടൊന്ന് പരിശോധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ചീഫ് എഞ്ചിനീയറോട് ഞാൻ സംസാരിക്കും. അത് ഒഴിവാക്കാം. കാര്യം ഇത് ഇത്ര പ്രാധാന്യം 1 മണിക്കൂർ മതിയല്ലോ. 1 മണിക്കൂർ ഉദ്യോഗസ്ഥർ വരാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്ന് വിളിച്ച് ഇന്ന് ഇപ്പൊ തന്നെ സാറൊന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അത് തീരുമാനം. നമ്മൾ വെറുതെ കൂടിയതല്ല, ഇതുകൊണ്ട് പ്രയോജനമല്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഈ എംസി റോഡിൽ ഈ ആക്സിഡന്റ് കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ NH വർക്ക് നടക്കുന്നുണ്ട്. ട്രാഫിക് കൂടുതൽ മാത്രമല്ല, ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് ശബരിമല വണ്ടി കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര റഷാണ്. ഏത് സമയമായാലും 1 മണി വരെ, രാത്രി 1 മണിയായാലും ഈ എംസി റോഡ് ഭയങ്കര റഷാണ്. അത് നല്ല സ്പീഡുമാണ്. അതിനുവേണ്ടി ഇപ്പം ഞങ്ങൾ പോലീസും MVD ചേർന്ന് രാവിലെ ചെക്കിംഗ് എൻഫോഴ്സ്മെന്റ് നടത്തുന്നു. ഈ സീസൺ കഴിയുന്നവരെ ആ ഡ്യൂട്ടി ഉണ്ടാവും. മറ്റന്നാൾ തന്നെ റോഡ് സേഫ്റ്റി
മേഖലയിൽ സാർ ഇന്നെന്താ സാറേ താമസം ഇന്നത്തെ തടസ്സം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പോലീസ് വന്നിരിക്കുന്നു. ഫോൺ നൽകിക്കൊണ്ട് മാത്രമല്ല ഇനി ഒരു അറിയിപ്പില്ല പഞ്ചായത്തിലെ സഹായപ്പെട്ടിട്ടുണ്ട്. ആയൂർ മുതൽ നിലമേൽ കണ്ണങ്കോട് വരെ തുടർച്ചയായി നടന്നു വരുന്ന വാഹന അപകടങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചടയമംഗലം പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന അവലോകന യോഗത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ശശി TV പ്രേക്ഷകർക്കെത്തിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, MVD, KSPയിലെ AE, രാഷ്ട്രീയ നേതാക്കന്മാർ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗത്തിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ, അതായത് 9-ാം തീയതി തന്നെ ഈ അപകട സാധ്യത കൂടിയ മേഖലകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായിരിക്കുന്നു. കണ്ണങ്കോട് മുതൽ ആയൂർ വരെയുള്ള വിവിധ മേഖലകളിൽ 6 സൈൻ ബോർഡുകൾ, ലൈറ്റുകൾ, അതുപോലെ തന്നെ സിഗ്നൽ അമ്പുകൾ തുടങ്ങിയ വെച്ചുകൊണ്ട് അപകടം ലഘൂകരിക്കാനുള്ള ഒരു തീരുമാനം ഈ ഉന്നതതല യോഗം കൈക്കൊണ്ടിരിക്കുന്നു. അതിനായി തന്നെ 9-ാം തീയതി KSTPയും PWD ഉദ്യോഗസ്ഥന്മാരും ചടയമംഗലം പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം LEDയും ചേർന്നുകൊണ്ട് അത് പരിശോധന നടത്തുകയും അടിയന്തരമായി ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുവാനുള്ള തീരുമാനം ഈ അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ശശി TV പ്രേക്ഷകർക്കെത്തിച്ചത്. ഈ യോഗം അവസാനിച്ചിരിക്കുകയാണ്. വാഹനാപകടങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി കൂടിയ അവലോകന യോഗം സമാപിച്ചിരിക്കുകയാണ്. വളരെ നല്ല തീരുമാനങ്ങൾ ആണ് ഇന്ന് ഈ അവലോകന യോഗം എടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അപകട സാധ്യത കൂടിയ മേഖലകളിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള സിഗ്നൽ സ്ഥാപിച്ചുകൊണ്ടും ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും ഈ അപകടത്തെ ലഘൂകരിക്കാനുള്ള സംവിധാനവും തീരുമാനവും ആയിരിക്കുന്നു. ഈ അവലോകന സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമ്മേളനം തത്സമയം ശശി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ശശി TVക്ക് വേണ്ടി രാജ്മോഹൻ.